ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പോയതിന് ശേഷമുള്ള വിശേഷം കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വേഗം കൊടുത്തിട്ട് അപ്പോൾ ആ തിരക്കിൽ എല്ലാം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബാക്കി മാവ് ഞാൻ എടുത്തു വച്ചേക്കണത് ഇപ്പോഴാട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ആ തിരക്കിൽ വേഗം അവർക്ക് ഉണ്ടാക്കി അവരെ പറഞ്ഞു വിട്ടു. പിന്നെ ബാക്കി മാവ് ഇപ്പോൾ ഞാൻ പരത്തി ചുട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനി എനിക്കും കഴിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോൾ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ പരത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിന് കോമ്പിനേഷനായിട്ട് എനിക്ക് ഇറച്ചിക്കറി ഇരിക്കണ്ടായി. അപ്പോൾ ഇന്നതിന് കറി വെക്കേണ്ടി വന്നില്ല. ആ കറി ചൂടാക്കിയിട്ടാണ് പൂരി കഴിച്ചിട്ട് പോയത്. അപ്പോൾ പൂരിയും ഇറച്ചിയും നല്ല കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ഞാൻ പൂരിയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ ശബരിമലയുടെയൊക്കെ സീസൺ ആയല്ലേ. അപ്പോൾ ഞാൻ റേഡിയോ വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എനിക്ക് റേഡിയോയിൽ ഇങ്ങനെ ശബരിമല വിശേഷങ്ങളൊക്കെ കേൾക്കാം കേട്ടോ. രാവിലെ തന്നെ റേഡിയോയിൽ ശബരിമല വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പൂരിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഇപ്പോൾ കുമ്പളങ്ങയ്ക്കും മത്തങ്ങയ്ക്കും ഒക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. തക്കാളിയുടെയും വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമാണ് ഈ സ്റ്റോക്ക് ഇരിക്കുകയാണ്. ഇതൊക്കെ വേഗം തീർത്തില്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകുന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ വെച്ചിട്ട് കുമ്പളങ്ങയും തക്കാളിയൊക്കെ വെച്ചിട്ട് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുമ്പളങ്ങയും തക്കാളിയും 2 പച്ചമുളകും പകുതി സവാളയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനിരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചതാണ്. അപ്പോൾ ഈ പരിപ്പ് വേവ് കുറഞ്ഞ പരിപ്പായതുകൊണ്ട് തന്നെ ഈ കഷ്ണങ്ങളും പരിപ്പും എല്ലാം ഒന്നിച്ചിട്ട് തന്നെ 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്ത് പിന്നെ വേപ്പിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും പരിപ്പും ചേർത്തത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് ഇളക്കി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചെക്ക് ചെയ്താൽ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. കറിയുടെ പണി കഴിഞ്ഞു. നല്ലൊരു ഒഴിച്ചുകറിയാണ്. പുളി തക്കാളിയുടെ പുളിയാണ് ഇതിനുണ്ടാവുള്ളൂ. അല്ലാതെ പുളി ചേർത്ത് വയ്ക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം. ഇങ്ങനത്തെ കറികൾക്ക് പുളി ചേർക്കാത്തയാട്ടോ നല്ലത്. ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ തന്നെ കുമ്പളങ്ങ മാത്രം വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അതിലും ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ തേങ്ങ അരച്ചൊക്കെ വയ്ക്കും കേട്ടോ. ഇത് തന്നെ കറി തേങ്ങ അരച്ചും വയ്ക്കാം. നമ്മുടെ കയ്യിൽ പച്ചക്കറി ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും കറി വയ്ക്കാമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കറി ഈസി ആയിട്ടുള്ളൊരു മുളക് കൂശിയാണ്. അത് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ആ മീനും ഫ്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് കായം കൂടി ഇരിക്കുന്നുണ്ട്. അതിന് കറുത്ത് പോകണ്ടല്ലോ. എന്നാൽ അത് എടുത്തിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കായ അരിഞ്ഞ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അത് 2 പ്രാവശ്യം കഴുകിയെടുക്കണം. പിന്നെ ഉള്ളിയൊക്കെ ക്ലീനാക്കി അരിഞ്ഞ് അതും ഇട്ടിട്ട് ഉള്ളി മുളകും മൂപ്പിച്ച് നമ്മുടെ കായും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വേപ്പിലേക്ക് ഇട്ടിട്ട് പിന്നെ കായ ഒന്ന് വേവിച്ച് ഇട്ട് കൊടുത്താൽ ഒരു ഉപ്പേരിയോ മെഴുക്ക് പുരട്ടിയോ ഒക്കെ ആയി. അപ്പോൾ പിന്നെ ഒരു കറിയും കൂടി ആയല്ലോ. അങ്ങനെ അതിൻ്റെ പണിയാണ്. പിന്നെ മീനൊന്നും ക്ലീൻ ചെയ്യാനൊന്നും ആയിട്ട് അങ്ങനെ സമയമൊന്നും പോയില്ല. ഇരുന്ന മീൻ തന്നെയാണല്ലോ ഫ്രൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുക്കിങ്ങിന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആവണ വരെ ഇങ്ങനെ ജോലികൾ തന്നെയാണല്ലോ. ചില സമയത്ത് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു റെസ്റ്റും ഇല്ലാത്തതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്നാൽ ഞാൻ ഇനി റെസ്റ്റ് എടുത്തിട്ട് എന്നെ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ പോയി മനഃപൂർവ്വം റെസ്റ്റ് എടുക്കും കേട്ടോ. ചില സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യണം. നമ്മൾ ഇങ്ങനെ ജോലി മാത്രമായിട്ട് ഇരുന്നിട്ട് എപ്പോഴും ജോലിയാണേന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാണ്ട് നമുക്ക് റെസ്റ്റ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് കംപ്ലൈൻ്റ് ആണ്. ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നത് നമ്മുടെ ബോഡി നമ്മളോട് പറയണതാണ് നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് ആവശ്യമാണെന്ന്. അപ്പോൾ നമ്മളൊന്ന് പോയി റെസ്റ്റ് എടുക്കുക. എന്നിട്ട് വീണ്ടും ഉഷാറായിട്ട് വരുമ്പോൾ ജോലികൾ ചെയ്യുക. നമ്മുടെ വീട്ടിലെ ജോലിയല്ലേ, അപ്പോൾ നമുക്ക് സൗകര്യത്തിന് ചെയ്താൽ മതി. ഇതിപ്പോൾ തന്നെ തീർത്തിട്ട് എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കരുത്. അതുപോലെ തന്നെ സമയത്തിന് ഭക്ഷണവും കഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് വൈകുന്നേരം കുറച്ച് റസ്ക്കൊക്കെ ഇരിപ്പുണ്ടായി. പിന്നെ പൂരിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ചായ ഇട്ട് ഒന്ന് കുടിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മഴ ചാറ് മഞ്ഞൊക്കെ ഉള്ള കാരണം ചെടികൾക്കൊക്കെ നല്ല ഭംഗിയാണ് പൂക്കളായിട്ട് നിൽക്കണ കാണാൻ.
അപ്പോൾ എല്ലാ ചെടികളിലും ഇപ്പോൾ പൂക്കളും ഉണ്ട് കേട്ടോ. ഈ മഞ്ഞ് കിട്ടണോണ്ട് തന്നെ ഇവർക്കൊക്കെ ഈ തണുപ്പ് നല്ല ഇഷ്ടമാണെന്ന് തോന്നുന്നു. എല്ലാത്തിലും പൂവായിട്ടുണ്ട്. ഈ കൊങ്ങിണി ഉണ്ട്, ഇതിനകത്ത് ഒരു ചെടിയിൽ തന്നെ 3 കളർ കൊങ്ങിണി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മഞ്ഞയും വെള്ളയും കൂടിയതും നല്ല വെള്ളം മാത്രമായിട്ട്. അപ്പോൾ ഈ 3 പൂവിനും 3 ടൈപ്പ് വാസനയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാണ്. മഞ്ഞയ്ക്ക് വേറെ വാസന, വെള്ളയ്ക്ക് വേറെ വാസന, 2 കളർ മിക്സ് ചെയ്തതിന് വേറൊരു വാസന. എന്നാൽ ഒരു ചെടിയിൽ തന്നെയാണ് ഇതെല്ലാം ഉണ്ടായേക്കണത്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കി അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഈ ചെടികളുടെ അടുത്തോടെയൊക്കെ ഒന്ന് പോയി വരുമ്പോൾ തന്നെ നല്ലൊരു മൈൻഡൊന്ന് റിലാക്സ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ചെടിയുടെ തന്നെ നല്ല പൂവായിട്ട് നിൽക്കുന്നുണ്ട്.